അഖിൽമാരാർ ഒരു ടാർഗറ്റായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും കണ്ടു നോക്കുന്നത്. ചിലതൊക്കെ കാണുമ്പോൾ നല്ലോണം വിഷമം ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത്രയും പേര് വന്ന് ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പം ഉള്ള ഒരു വിഷമമുണ്ട്. അതുപോലെ തന്നെ ടൈം വന്നപ്പോൾ അണ്ണൻ ആ ടിപ്പൊക്കെ ദാനം ചെയ്യുകയും അവസാനം ടിപ്പ് കൊടുത്ത ആള് പ്ലിങ് ആയി. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ബിഗ് ബോസ് താരം, അങ്ങനെ തന്നെ പറയാം, ബിഗ് ബോസ് താരം അഖിലേട്ടൻ്റെ വൈഫാണ്. ചേച്ചി നമസ്കാരം. എന്ത് ഫീൽ ചെയ്തു? ഇപ്പം എന്ത് തോന്നുന്നു? ഇപ്പം ഓൾമോസ്റ്റ് ഒരു 2 months കഴിഞ്ഞു. ഇപ്പം അതിൻ്റെതായ ഒരു സ്പാർക്കൊക്കെ വന്നു തുടങ്ങി കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ. ഇപ്പം ഗെയിമൊക്കെ നല്ലോണം കളിച്ചു പോകുന്നുണ്ട്. ബാക്കിലോട്ട് നിന്ന ആൾക്കാരൊക്കെ ഇപ്പം ഉഷാറായി വരുന്നുണ്ട്. കളികളൊക്കെ നല്ലോണം കളിക്കുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പ്രസൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഹോമിലുള്ള പ്രസൻസ്, എല്ലാവരുടെയും പ്രസൻസ് നമുക്കിപ്പം നല്ല ഇച്ചിരി ക്ലിയർ ആവുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ബിഗ് ബോസിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിട്ട ആള് ഇന്നതേ ഭയങ്കര കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പം എല്ലാവരും ചോദിക്കും, ഇത് പ്രീ പ്ലാൻഡ് ആയിരുന്നോ? പോകുന്നില്ല എന്ന് പറഞ്ഞു, പോയി എന്നുള്ളതൊക്കെ. അപ്പം എന്താണ് ഈ ഒരു പോക്കിനെ പറ്റിയും അവിടെ ചെന്നിട്ടുള്ള ഈ പെർഫോമൻസിനെ പറ്റിയൊക്കെ ചേച്ചിക്ക് പറയാനുള്ളത് എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ഷോയിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അണ്ണൻ്റെ തിക് ഫ്രണ്ട്സും പിന്നെ അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു, നീ പോകണം, നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം പുള്ളി യൂസ് ചെയ്യുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോംസ് എല്ലാം പുള്ളിയുടെ ഒരു അഭിപ്രായം പറയാനും പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിനെ ഇവാലുവേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയാനാണ് എല്ലാം, ഒപ്പീനിയനേറ്റ് ആയിട്ട് കാര്യം പറയാനാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം അണ്ണൻ എന്താണ്, അണ്ണൻ്റെ ആ ഒരു ക്യാരക്ടർ വൈസ്, പേഴ്സണാലിറ്റി വൈസ് എന്താണ് എന്നൊക്കെ കാണിക്കാൻ പറ്റിയ എക്സാക്ട് പെർഫെക്റ്റ് പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോണമെന്ന്. ഓക്കെ, അപ്പം ഇപ്പൊ കളി മുറുകി വരുന്ന സമയത്ത് പോസിറ്റീവിനൊപ്പം തന്നെ അവിടെ തന്നെ ഉണ്ട് നെഗറ്റീവ്സ്, അവിടെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. തോന്നിയിട്ടുണ്ടോ അവിടെ നിന്നുള്ള ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഫ്രം ദ ബിഗിനിങ് ആ ഒരു ഫീൽ നമുക്കുണ്ടായിരുന്നു. ഇപ്പം റിനീഷ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വഴി കണ്ടുവന്നപ്പം തന്നെ അഖിലേട്ടൻ ഒരു സംഭവമാണ്, പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടെന്നൊക്കെ റിനീഷ തന്നെ ബിഗിനിങ്ങിൽ ഒരു ടാസ്കിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഈ ജേർണി എടുത്തു വെച്ച് നോക്കുമ്പം തന്നെയും അഖിൽമാരാർ ഒരു ടാർഗറ്റായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും കണ്ടു നോക്കുന്നത്. ചിലതൊക്കെ കാണുമ്പോൾ നല്ലോണം വിഷമം ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത്രയും പേര് വന്ന് ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പം ഉള്ള ഒരു വിഷമമുണ്ട്. അതുപോലെ തന്നെ കഴുത്തിലൊക്കെ പിടിച്ചു. അങ്ങനെ ആക്ച്വലി ബൊമ്മയെ പിടിക്കാനായിരുന്നു ടാസ്ക്. എല്ലാവരും കയറി പിടിക്കുന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ ഒരു 2 to 3 times കയറി നെക്കിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും പെയിൻ ഉണ്ടായിട്ടാണ് അണ്ണൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. അല്ലെങ്കിൽ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്ത് കളയേണ്ട ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു കളിയുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പം അങ്ങനെ കാണാറില്ല. അപ്പം പുള്ളി അങ്ങനെ റിയാക്ട് ചെയ്തെങ്കിൽ അത്രത്തോളം പെയിൻഫുൾ ആയിട്ടായിരുന്നു കണ്ടുകൊണ്ടെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. എപ്പോഴും സംസാര വിഷയമാവുന്ന ഒരു കാര്യമുണ്ട്, ലാലേട്ടൻ വരുമ്പോൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അഖിൽമാരാറിൻ്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നാക്കൊക്കെ ചുരുട്ടി പിടിച്ചിട്ടൊരു വേറൊരു ഭാവമുണ്ട്. വീട്ടിൽ ഇങ്ങനെയാണോ? ഭയങ്കര ദേഷ്യക്കാരനല്ല. ഇങ്ങനെയുള്ളൊരു രീതിയൊന്നും അല്ല. കാരണം അവിടെ ദേഷ്യം കാണിക്കുന്ന എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ വന്ന് അറ്റാക്ക്, ഇപ്പം ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതല്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ബാക്കി എല്ലാവർക്കും സംസാരിച്ചെടുക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. പക്ഷെ അഖിൽമാരെ സംബന്ധിച്ച് ആ ഒരു സ്പേസ് കിട്ടുന്നില്ല. പുള്ളി വലിച്ചെടുക്കുകയാണ് ആ സ്പേസ്. ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ബാക്കിയുള്ളവരൊന്നും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അഖിലായോണ്ട് സംസാരിക്കണ്ട, ബാക്കി എല്ലാവരും കേൾക്കാം, അഖിലായോണ്ട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അണ്ണൻ ആ സ്പേസ് പിടിച്ചെടുക്കുകയും പറയണം, ക്ലിയർ ചെയ്യണം, എന്റെ സൈഡ് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞ് അത് പിടിച്ചെടുത്ത് സംസാരിക്കുന്ന ഒരു രീതി അന്നേരം ഒരു പ്രൊവൊക്കേഷനായിട്ട് ദേഷ്യമൊക്കെ വരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. ഭയങ്കരമായിട്ട് നാക്കൊക്കെ കടിച്ചു പിടിച്ചിട്ട് പിന്നെ ചീത്ത കുറേ പല സ്ഥലങ്ങളിലും മ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും പുള്ളി വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും വിചാരം ബാച്ചുലേഴ്സ് ഓഫ് ഒറിജിനൽസ് ആണ് ബിഗ് ബോസ് ഹൗസ്. അപ്പം ഇവിടെ ഈ ഒറിജിനൽ ആണെങ്കിൽ പുറത്ത് എന്തായിരിക്കും എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പം അതിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ അഖിൽമാരാറിൻ്റെ വൈഫിന് മാത്രമേ പറ്റുള്ളൂ. വീട്ടിൽ ഈ കാണുന്നത് തന്നെയാണ്, എക്സാക്ട് ഈ ഒരു കോപ്പി തന്നെയാണ്. എന്താ പറയുക, കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞും അങ്ങനെ തന്നെയാണ് വീട്ടിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായിട്ട് നടക്കുന്നത്. പക്ഷെ ഒരു പുള്ളിക്കൊരു ശരിയുണ്ടെങ്കിൽ, ആ ഒരു കാര്യത്തിന് ഉള്ള ഒരു ശരി ഉണ്ടെങ്കിൽ അത് തന്നെ ഉറച്ചു നിൽക്കും. ഇപ്പം എന്തൊക്കെ വന്നാലും പുള്ളി ആ മനസ്സ് വിട്ട്, ഇപ്പം ഇത്രയും ഒപ്പോസിഷൻ ഉണ്ടായോണ്ട് എന്നാ ശരിയായിരിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ പോവാറില്ല. ആ ഒരു ശരിക്ക് വേണ്ടി ഏതറ്റം വരെ പോവാനും
അണ്ണൻ അതേപോലെ തന്നെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലാലേട്ടൻ ഷോ ഡ്രോപ്പ് ചെയ്ത് പുറത്തേക്ക് പോണത്. അതിൽ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാളായിരുന്നു അഖിലേട്ടൻ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ചേച്ചിക്ക് തോന്നിയോ ഒന്ന് ക്ഷമിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ ഒന്ന് ദേഷ്യം കുറയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ടു പുറത്തൊക്കെ. അപ്പോൾ ഒന്ന് തോന്നിയിരുന്നില്ലേ അങ്ങനെ അത്രയും ദേഷ്യം വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ഷമ എന്ന് പറഞ്ഞ സാധനം അവിടെ വേണമായിരുന്നു എന്ന് തോന്നിയില്ലായിരുന്നു അത് കണ്ടപ്പോൾ? അത് ഇപ്പം ടാസ്കിന്റെ ഇടയിൽ നടന്ന ഒരു അമ്മുമ്മയെ വിളിച്ചെന്നുള്ള ഒരു രീതിയിലായിരുന്നു ആ ഒരു സംസാരം ടോക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ആരെയും വ്യക്തിപരമായിട്ട് പറഞ്ഞതല്ല, കോമൺലി എന്തോ റൂളിനെ എങ്ങാണ്ട് ഒന്ന് ചൊല്ലി പറഞ്ഞതാണ്. അപ്പം കോമൺലി അതിനെ ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ചും ലാലേട്ടിന്റെ മുമ്പിൽ വെച്ചും ഒക്കെ പൊതുവെ ഒരു സോറി പറഞ്ഞു. പിന്നെ ആ ഒരു വിഷയത്തെ തന്നെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ ടാർഗറ്റ് അഖിലാണ്. വേറെ ഇതിലും ഭയങ്കര അരഗന്റ് ആയിട്ട് ആൾക്കാർ കാര്യം പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, സൈലന്റ് ആയിട്ട് നടന്നവർ വരെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും വിഷയമല്ല, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പറയാം, തുപ്പാം, അങ്ങനെയൊക്കെ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്, ചെയ്യാം. അപ്പം അഖിൽ ചെയ്യുന്ന വെച്ചാൽ അത്രയും ഒരു ഇന്റൻസിറ്റിയോട് കൂടി പോലും അല്ല പുള്ളി ചെയ്യുന്നത്. പക്ഷെ അഖിൽ ആയതുകൊണ്ട് അത് തെറ്റാണ്. അങ്ങനെ ക്ഷമ ചോദിക്കണം. അപ്പൊ ഞാൻ എപ്പിസോഡ് കണ്ടോണ്ടിരുന്നപ്പോൾ തന്നെ ആ ഒരു പേഴ്സണലി അപ്പോളജൈസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമമായേനെ. അതിന്റെ ആവശ്യമില്ലായിരുന്നു. അത് ലാലേട്ടൻ അങ്ങനെ ചെയ്യേണ്ടി വന്നതിന്റെ 100% തെറ്റ് സാഗറിന്റെ കയ്യിൽ തന്നെ ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ അഖിലേട്ടനോട് ഒരു ടീമില്ല എന്ന് പറയുമ്പോഴും പുറത്ത് നമ്മളൊക്കെ ഒരു ടീം വ്യക്തമായിട്ട് കാണും. അപ്പോൾ ചേച്ചി കാണുമ്പോഴും അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. ഷിജു, വിഷ്ണു, അഖിൽമാര, ഇതൊരു സ്ട്രോങ് ടീമാണ്. എനിക്ക് തോന്നുന്നു അഖിലേട്ടന് മുന്നോട്ട് പോകാൻ ഈ ടീമിൻ്റെ ആവശ്യമുണ്ടോ, അതോ അഖിലേട്ടൻ ഫോം ചെയ്ത ടീമാണോ, അഖിലേട്ടിലേക്ക് വന്ന ടീമാണോ ഇത്? അത് അണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂട്ടം അണ്ണനെയാണ് അണ്ണൻ എവിടെ നിൽക്കുന്നോ അവിടെയാണ് കൂട്ടം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എന്താ പറയാ ഗ്രൂപ്പിനെ പറ്റി പറയുവാണെങ്കിൽ അവിടെ അണ്ണന് നല്ല വൈബ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇതിലും കട്ട ഗ്രൂപ്പുകളാണ് വേറെ. എനിക്കൊന്ന് എവരെ അപേക്ഷിച്ചെന്നാൽ ബാക്കി എല്ലാവരും കൂടെ ഒരു കെട്ട് നിന്ന് വേറൊരു ഗ്രൂപ്പാണ്. അപ്പം മനീഷ ചേച്ചി ഉള്ളപ്പോൾ മനീഷ ചേച്ചിയായിട്ടും ദേവു ചേച്ചിയായിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നു. അപ്പം ശിവചേട്ടനും ഈ പറഞ്ഞ വിഷ്ണു ഒക്കെ ഭയങ്കര ഈ അണ്ണന്റെ വേറൊരു പതിപ്പ് പോലൊക്കെ തോന്നിയിട്ടുണ്ട്. അത്ര എന്റർടൈൻമെന്റും കാര്യങ്ങളിലും ഒക്കെ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെയാണ്. ഇപ്പൊ ടാസ്കിന്റെ ഇടയിലായാലും അല്ലാണ്ടായാലും. അപ്പം അത് അവരുടെ ഉള്ളിലൊരു വൈബിനെ, ഒരു ഗ്രൂപ്പിസം നമുക്ക് എനിക്ക് ഫീൽ ആയിട്ടില്ല. ഇപ്പം കളിയിലോ ഒക്കെ ഒന്നും ടാസ്ക് ഒക്കെ വരുമ്പോൾ എനിക്ക് ഗ്രൂപ്പിസം ഫീൽ ചെയ്തിട്ടില്ല. ഇവരെ അണ്ണൻ തമ്പി എന്ന രീതിയിലാണ് കാണുന്നത്. അവര് തന്നെ അങ്ങനെ പറയണ്ടേ, ഞങ്ങളെ തോപ്പിക്കാൻ ആരുണ്ടാ എന്ന് ചോദിച്ചിട്ട് ഇന്നും ഇവര് മൂന്നാളും കൂടെ വന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഷിജു, അഖിൽമാരാർ, വിഷ്ണു, ഇവര് മൂന്നുപേരും കൂടെ ഞങ്ങളെ മൂന്നുപേരെ തോപ്പിക്കാൻ ആരുണ്ടാ എന്നുള്ളൊരു, എനിക്ക് തോന്നുന്നു അവർ ആ ഗ്രൂപ്പ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ എത്ര വലിയ ഗ്രൂപ്പാണെങ്കിലും അഖിലേട്ടൻ തെറ്റ് കണ്ടാൽ തെറ്റാന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരിക്കണം ഇത്രയും ദിവസം പിടിച്ചു നിർത്തിയത്. അപ്പോൾ പുറമേ ആണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും പറയുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, പൊതുവെ അഖിലേട്ടൻ സ്ത്രീകളോടാണ് കൂടുതലും ദേഷ്യപ്പെടാറ്. ഒരു മെയിൽ സോമനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു രീതി ഓൾറെഡി ഉള്ള സാധനം ഇപ്പം അത് വീണ്ടും വന്നിട്ടല്ല, അത് വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം ചേച്ചിക്ക് എന്താ തോന്നുന്നത്, സ്ത്രീകളോട് മാത്രമേ അഖിലേട്ടൻ ദേഷ്യപ്പെടാറുള്ളൂ, പുരുഷന്മാരോട് ദേഷ്യപ്പെടാറില്ലേ? എനിക്ക് തോന്നിയിട്ടില്ല. റിനോഷനോടും ഒരു മോർണിംഗ് ടാസ്കിന്റെ ഇടയിലെങ്ങാണ്ട് അണ്ണൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വിഷ്ണു എന്തോ ഇന്ററപ്റ്റ് ചെയ്തപ്പം ആരടാ മാറണമെന്ന് കണ്ടു പിടിച്ച് നല്ല രീതിയിൽ ചൂടാവുന്ന കണ്ടു. പിന്നെ റിനോഷിന്റെ അടുത്തും നല്ലോണം ചെയ്തിട്ടുണ്ട്, ജുനൈസിന്റെ അടുത്ത്, സാഗറിന്റെ അടുത്ത്. അങ്ങനെ എന്തോ സ്ത്രീകളോട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ലൈവ് കണ്ട സമയത്ത്, നമ്മൾ കുറച്ച് മുമ്പ് ലൈവ് കണ്ട സമയത്ത് അഖിലേട്ടൻ മെഡിക്കൽ റൂമിൽ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് പുറത്തേക്ക് പോയി, മീൻസ് മെഡിക്കൽ റൂമിലേക്കാണ് പോയത്. മെഡിക്കൽ റൂമിലേക്ക് പോയതല്ല ഇവിടെ മാറ്റർ. ഇവിടെ നാദിറയും ശോഭയും തമ്മിലൊരു സംസാരമാണ് പുറത്തേക്ക് വന്നു. ഇപ്പോൾ തുരുതുര ആർട്ടിക്കിളും വീഡിയോസും കാര്യങ്ങളെല്ലാം വരികയാണ്. അത് ഞാൻ പ്രേക്ഷകർക്ക് വ്യക്തമാകാൻ വേണ്ടി പറയാണ്. നാദിറ അഖിൽമാരാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശോഭ പറയുന്നുണ്ട് ഹെൽത്ത് സംബന്ധമായിട്ട് പുറത്തേക്ക് പോയി, ആ വഴി അങ്ങ് പോയാൽ മതിയായിരുന്നു, കൊല്ലത്തേക്ക് വിട്ടാൽ മതിയായിരുന്നു എന്നുള്ളത്. ചേച്ചി അത് കണ്ടിരുന്നോ?
കണ്ടു. അന്നേരം TV ഓഫ് ചെയ്യേണ്ടി വന്നു. TV ഓഫ് ചെയ്തിട്ട് കാര്യമില്ല. അത്രത്തോളം ഒരു വിഷമം ഉണ്ടാക്കി ആ ഒരു. ഇപ്പം ശോഭയുടെ കാര്യം പറയുവാണെങ്കിൽ തന്നെ ഇവരെ ടോം ആൻഡ് ജെറി കോംബോ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരാളായിരുന്നു. ഇപ്പൊ ദേവു ചേച്ചിയുടെ അണ്ണന്റെ കോംബോ ആയിരുന്നെങ്കിലും അത് അവരുടെ കോംബോ ഭയങ്കര ഹെൽത്തിയർ ആയിരുന്നു. അവർ ഭയങ്കര ഹെൽത്തി റിലേഷൻ ആയിരുന്നു. ഇപ്പൊ ദേവു ചേച്ചിയുടെ ആ ഒരു ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്താൽ ദേവു ചേച്ചി അണ്ണന്റെ ചെവി ചെന്ന് നല്ല ചീത്തയെ വിളിച്ച് അണ്ണന്റെ എക്സ്പ്രഷൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് രണ്ടുപേരും എൻജോയ് ചെയ്യുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു, ഇണങ്ങുന്നു, പിണങ്ങുന്നു. പക്ഷെ അത് അവരുടെ ഇടയിൽ നിൽക്കുന്നു. ആ നല്ലൊരു ഹെൽത്തി റിലേഷൻ ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷെ ശോഭയുടെ കാര്യം പറയുമ്പം ശോഭ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇവർ ഇതൊക്കെ കാണിക്കുമ്പം അണ്ണൻ 10 പറയുമ്പോൾ ശോഭ 20 പറയും, ഇയാൾ 20 പറയുമ്പോൾ 30 പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പം ശോഭ പിന്നെ ഇരുന്ന് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇരുന്ന് പറയും അഖിൽ ബുള്ളിയും ചെയ്യുവാണ്, അത് ചെയ്യുവാണ്, ശല്യം ഉണ്ടാക്കുവാണ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ഒരു എന്റർടൈൻമെന്റ് കോമഡി കാര്യങ്ങൾ തന്നെ അണ്ണൻ റിനീഷയുടെ അടുത്തും സെറീനയുടെ ഇടയ്ക്ക് പറയും. അപ്പൊ അവര് പറഞ്ഞു അഖിലേട്ടപ്പ ഇങ്ങനെ ചെയ്യരുത്, വിഷമം ഉണ്ടാക്കുന്നുണ്ട് പറയരുതെന്ന് പറഞ്ഞപ്പോ അണ്ണൻ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അത് പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ശോഭ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അണ്ണൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് തന്നെ. പക്ഷെ ശോഭ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിപ്പോ കാണുമ്പോ അറിയാം. തുണി പറക്കിയെറിയുന്ന ആയാലും അണ്ണനിലെ സ്റ്റെയറെ കൂടെ വരുമ്പോ പൊന്നെ പിണങ്ങല്ലെന്ന് പറയുമ്പോ ശോഭയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാം. പിന്നെ അത് അണ്ണന്റെ രീതിയിലോട്ടൊരു എന്താ പറയാ ഒരു പേഴ്സണൽ അറ്റാക്ക് പോലെ. പിന്നെ ലാലേട്ടനൊക്കെ വരുമ്പോൾ എന്നെ ബുള്ളി ചെയ്യുന്നു എന്നൊക്കെ ലാലേട്ടന് വരെ അത് കോമഡി ആയിട്ട് ചോദ്യം എന്താ ശോഭ ചെയ്ത് എന്നൊക്കെ പറഞ്ഞു ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശോഭയുടെ ഉള്ളിലുള്ള ആ ഒരു ടോക്സിസിറ്റി എനിക്ക് നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ ഈ പറയാം, ഇപ്പൊ അണ്ണൻ ഇന്ന് പോയപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയപ്പം തന്നെ എന്നാ ബിഗ് ബോസിനോടും പറയുന്നത്, ബിഗ് ബോസ് ഈ വഴിയിൽ എന്നാ അവനെ അങ്ങ് കൊല്ലത്തോട്ട് അങ്ങ് വിട്ടു. അപ്പൊ അത്രത്തോളം സന്തോഷമാണ്. അപ്പൊ ആ ഒരു ടോക്സിക് മൈൻഡ് പുള്ളിക്ക് നേരത്തെ ഇച്ചിരി വയറിൽ എന്തോ ഫുഡിന്റെ എന്തൊക്കെ ഒരു ഇഷ്യൂവും പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ബിഗ് ബോസ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു തൈരും ചോറും അങ്ങനെ എക്സ്ട്രാ കുപ്പി തൈരൊക്കെ ശിവചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ടാണ് എന്നും ഓരോ തൈര് കൊടുത്തു വിടുന്നത്. 7 കുപ്പി തൈരും അങ്ങാണ്ട് എന്തോ കണക്ക് പറഞ്ഞിട്ട് പറഞ്ഞു 1 കുപ്പി അഖിലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ലക്ഷറി ബഡ്ജറ്റിലുള്ള മുട്ട, ചിക്കൻ, മീറ്റ്, നോൺ വെജ് ഐറ്റംസ് അങ്ങനെ ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യാം. പക്ഷെ ബിഗ് ബോസ് കൊണ്ട് അഖിലിന് വേണ്ടി കൊടുത്ത കാര്യം അഖിലെടുത്ത് കഴിക്കുന്ന അത് എന്താ അവന് മാത്രം തൈര് എന്നുള്ള രീതി ശോഭയ്ക്ക് അറിയാം. തൈരും ചോറും മാത്രം കൂട്ടിയാ കഴിച്ചോണ്ടിരുന്നത്. അങ്ങനെ തൈരും ചോറും കൂട്ടി മാത്രമേ കഴിച്ചോണ്ടിരുന്നത്. അപ്പം ശോഭയുടെ ഇങ്ങനെയുള്ള ഒരു വേഴ്സ് അതൊക്കെ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ ഹെൽത്ത് ഇഷ്യൂ കാരണമല്ലേ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു അടുത്ത ടൈമിൽ ലഞ്ച് ടൈമിൽ ഈ തൈരിന്റെ വിഷയം ഉണ്ടായതുകൊണ്ട് അണ്ണൻ പച്ചച്ചോറ് വാരി കഴിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അപ്പം ശോഭ അടുത്തിരുന്നുകൊണ്ട് മറ്റു ഫുഡും ചോറും ഒക്കെ കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. അപ്പൊ ഹൗസിലുള്ള എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്, അഖിലേട്ടാ കുഴപ്പമില്ല ഞങ്ങൾക്കൊക്കെ അറിയാവുന്നില്ല. അപ്പൊ അണ്ണൻ പറയുന്നില്ല ഞാൻ പണ്ടേ ചോറും വെളിച്ചെണ്ണ. അപ്പൊ അവർക്ക് വിഷമിക്കണ്ട, എല്ലാവരും കഴിക്കുമ്പോൾ അണ്ണൻ പച്ചച്ചോറ് കഴിക്കുന്നതുകൊണ്ട് ആരും വിഷമിക്കരുതെന്നുള്ള രീതിയിലാണ് അണ്ണൻ പറഞ്ഞ. ഇല്ല ഞാൻ ഇതൊക്കെ കഴിക്കാറുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അണ്ണൻ പച്ചച്ചോറ് വാരി കഴിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ എന്നിട്ട് ശോഭ വളരെ കൂളായിട്ട് അടുത്തിരുന്ന് ചോറുണ്ടുമ്പോൾ ഇതൊക്കെ ഭയങ്കര എന്നെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഒരു ഇൻഹ്യൂമൻ ബിഹേവിയർ അവിടെ കാണിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു പിന്നെയും ഹെൽത്ത് ഇഷ്യൂ വന്നു അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയതാന്ന് പറയുന്നുണ്ട്. പക്ഷെ ആള് പോയിട്ട് ഹെൽത്ത് ഓക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പം ചേച്ചി ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഭക്ഷണത്തിന്റെ പേരിൽ അഖിലേട്ടനുമായിട്ട് കുറച്ച് ആൾക്കാർ വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പോൾ ശ്രുതി ആണെങ്കിലും റീനീഷ ആണെങ്കിലും ഈ പറയുന്ന ശോഭയുടെ ഇടയിലാണെങ്കിലും ഭക്ഷണത്തിന്റെ പേരിൽ വഴക്കുകൾ സംഭവിക്കുന്നുണ്ട്. ഇത്രയും ഭക്ഷണത്തെ ബഹുമാനിക്കുന്ന അഖിൽമാരാറിന്റെ പേരിൽ തന്നെയാണ് ഈ ഭക്ഷണത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് ഈ ഭക്ഷണത്തിന്റെ പേരിൽ ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നത്തിനുള്ള കാരണം, അല്ലെങ്കിൽ എന്തായിട്ടാണ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഈ ഭക്ഷണം ഫുഡ് ഭയങ്കര കുറച്ചല്ലേ കിട്ടുക എല്ലാവർക്കും? ഒരു പറഞ്ഞേക്കെ ഒരു ദോശ അരമുറി ദോശയും കൊണ്ടൊക്കെ ഓരോരുത്തരൊക്കെ കഴിഞ്ഞു പോകുന്നതാണ്. അപ്പം ഏതോ ഒരു സമയത്ത് സാലഡ് എങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചപ്പം ഈ ശ്രുതി എക്സ്ട്രാ സാലഡ് എടുത്തപ്പം അണ്ണൻ വഴക്ക് പറഞ്ഞ് ശ്രുതിയും കൊണ്ട് തിരിച്ചിടിപ്പിച്ചു. ശ്രുതി ഇച്ചിരി കരച്ചിലും പിണക്കൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അണ്ണൻ പോയി മനസ്സിലാക്കി. ഇപ്പൊ അണ്ണൻ റിയാക്ട് ചെയ്യുന്നത് എന്ത് വഴി എടുത്ത അപ്പൊ വിഷമം തോന്നും.
എടി എടുക്കല്ലേ എല്ലാവർക്കും ഉണ്ട്, ആ ഒരു രീതിയിൽ സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ വഴക്കെല്ലാം പറഞ്ഞ് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞ് ശ്രുതിക്ക് വിഷമമായി. ശ്രുതി അതൊക്കെ കരഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം തണുത്ത് കഴിഞ്ഞിട്ട് അണ്ണൻ പോയി സമാധാനിപ്പിക്കുന്ന എടി ആ നിമിഷത്തിൽ പറഞ്ഞു പോയതാ. അത് ലാലേട്ടന്റെ മുമ്പിൽ ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അത് എന്തുവാ ഞാൻ തോനെ എടുത്തപ്പം തന്നെ അഖിലേട്ടൻ പറഞ്ഞപ്പോൾ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റെന്നുള്ള രീതിയിൽ ലാൽ സർ വന്നപ്പം തന്നെ ശ്രുതി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റിനീഷ പറഞ്ഞത് പനി പിടിച്ചിരുന്നപ്പം ഇച്ചിരി കഞ്ഞി കുടിച്ച് എക്സ്ട്രാ ആയി പോയെന്നൊക്കെ പറഞ്ഞു. അപ്പം അവിടെ ചോറ് ഊറ്റുമ്പോഴൊക്കെ ചോറ് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ശിവചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് ഊറ്റുമ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ചോറൊക്കെ പിള്ളേർ ആദ്യമായിട്ടൊക്കെ ഊറ്റുമ്പം ശീലമില്ലാത്തതിന്റെ രീതിയിൽ അത് അപ്പം പനിയായിരുന്നു, കഴിക്കാൻ പറ്റിയില്ല. അതോ അണ്ണൻ പറയുന്നു ഇച്ചിരി വെള്ളം ഒരിച്ചിരി ചോറേ ഉള്ളായിരുന്നു അതില് എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ടാർഗറ്റ് ബേസിൽ കാണുന്നോണ്ടാണ്. വേറെ ആരെന്ത് ചെയ്താലും വിഷയമല്ല, ചോറ് അധികം കഴിക്കാതെ. അപ്പം ബിഗിനിങ്ങിലൊക്കെ ശിവചേട്ടൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഇത്രയും ചോറ് വിളമ്പണ്ടായിരുന്നല്ലോ കഴിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു വിഷയമല്ല. അഖിൽമാരാർ ചെയ്യുന്നോണ്ടാണ് അഖിൽമാരാർ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുമ്പോൾ ബാക്കി ആർക്കും പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ PR വർക്ക് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അഖിലേട്ടന് വേണ്ടിയിട്ട് PR ചെയ്യുന്നത് ആരാണ്? ഈ സത്യം ഇപ്പൊ വെളിപ്പെടുത്തണം. അയ്യോ അത് ശ്രീഹരി എന്ന് പറയുന്ന ഞങ്ങളാണ്. PR വർക്ക് ഒന്നും അല്ല, എന്നെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ്. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹരി 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഹരി എന്ന് പറയുന്ന ആള് ശ്രീഹരിയാണ്. അണ്ണന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള സമയത്തും അണ്ണനെ ഇങ്ങനെ ധൈര്യം കൊടുത്തും മനക്കെട്ടേക്ക് കൊടുത്ത് പിടിച്ചു വന്ന ഒരു ആളാണ് ശ്രീഹരി. ഇപ്പം 10 പൈസ കൊടുക്കാതെ PR വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഹരിയണ്ണനാണ്. ഹരിച്ചേട്ടൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഫ്രണ്ടിലേക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അഖിൽമാരാർക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്നത് ഹരി എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്. ആളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ല, അങ്ങനെയുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം ഫൈനൽസിനോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അഖിൽമാരാർ എന്ന വ്യക്തിയെ മാറ്റി നിർത്തിയാൽ ഇനി ഫൈനൽ 5ലേക്ക് വരാൻ, അല്ലെങ്കിൽ അഖിലേട്ടനൊരു കോമ്പറ്റീറ്ററായിട്ട് വരാൻ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക അവിടെ? നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴാണ് ഗെയിം ഓണായി തുടങ്ങിയത്. പലരും പിന്നോട്ട് നിന്ന് ആൾക്കാരൊക്കെ ഇപ്പം മുന്നിലോട്ട് വന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. അപ്പം നമുക്കിപ്പം ഒരുമാതിരിയൊക്കെ മനസ്സിലായി തുടങ്ങി കണ്ടസ്റ്റൻസിനെ പറ്റി. അപ്പം അണ്ടം കഴിഞ്ഞ് എനിക്ക് ശിവചേട്ടനെ വലിയ ഇഷ്ടമാണ്. പുള്ളി നല്ല മെച്ചോറിറ്റിയോട് കൂടി എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. വീട്ടിനുള്ളിലെല്ലാം എല്ലായിടത്തും പുള്ളിക്കാരുടെ ഒരു കൈയുണ്ട്, നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ ഗേൾസ് വൈസിൽ വന്ന് നോക്കിയ അനുചേച്ചി നല്ലതാണ്, നല്ല ഷാർപ്പായിട്ട് കാര്യം പറയും, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ചെന്ന് ഇടപെടില്ല. അതുപോലെ സെറീന ഇതിലൊന്നും ഇടപെടാതെ നിൽക്കുന്ന വളരെ, അല്ലെങ്കിൽ എടുത്തുചാട്ടം കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നല്ല പോയിന്റ് വൈസിലാണ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതുപോലെ റെനീഷ എനിക്ക് തുടക്കം ഭയങ്കര ഇതായിരുന്നു, കാരണം എല്ലാ രീതിയിലും ആവശ്യമില്ലാതെ കിടന്ന് സംസാരിച്ച് റിനീഷ അടുത്തുകൂടെ പോലും പോകാത്ത കാര്യത്തിൽ കയറി ഇടപെടുമായിരുന്നു. പക്ഷെ ഇപ്പം ആള് നല്ല ഇതായിട്ടുണ്ട്, ഗെയിമൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഒന്നിനൊന്ന് ഇപ്പൊ കളിച്ച് തുടങ്ങി ആൾക്കാര്. അതുപോലെ റിനോഷ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, സംസാരത്തിലായാലും പാർട്ടിസിപ്പേഷൻ ഒക്കെ കൂടി വന്നു. അപ്പം എല്ലാ കണ്ടൻസൻസും നല്ലോണം ഇപ്പം ടോപ്പ് 5ലോട്ട് ഇപ്പം പറയാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരും വന്നു തുടങ്ങി. ഗെയിം ഓൺ തീർച്ചയായിട്ടും അഖിൽമാരാറുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ ബാക്കിയുള്ള ഇത്രയും പേരാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവെ സംസാരം അല്ലെങ്കിൽ പറച്ചിലുള്ളത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു പ്രണയത്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അഖിലേട്ടനെ സംബന്ധിച്ചോളം പ്രണയം വേണ്ട എന്നുള്ള രീതിയിലായിരിക്കണം ഈ ടോം ആൻഡ് ജെറി പാക്കേജ് ആണല്ലോ, ഫുൾ എന്റർടൈൻമെന്റ് ആണ്. അത് വീട്ടിലും അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര കളിച്ചും ചിരിച്ചും തുള്ളിച്ചാടി നടന്ന് മക്കളുടെ കൂടെ ആയാലും എൻ്റെ കൂടെ ആയാലും നല്ല ഈ പറയുന്ന ഇതുപോലെ തന്നെയാണ് പോകുന്നത്. പിന്നെ പുള്ളിക്കാരൻ നല്ലൊരു ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ആ ഒരു എൻവയൺമെന്റിൽ ആ ഒരു വൈബിലൊക്കെ പോകുന്നുണ്ട്. ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പോയ സമയത്ത്? അണ്ണനീ എല്ലാം ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതും ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് പറഞ്ഞിട്ടില്ലേ ബാറ്റിൽ ഓഫ് ദ ഒറിജിനൽസ് എന്ന്. അപ്പം ഒറിജിനലായിട്ട് നിന്ന ഇനിയും നീണ്ടു പോകാം. ഇതുവരെ ഇതുപോലെ തന്നെയാണ് നിന്നത്. നമ്മളിപ്പം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ടിൽ ഡേറ്റ് ഇതുപോലെ നിൽക്കുന്ന, ഇതുപോലെ ദേഷ്യമൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ദേഷ്യമായാലും എന്റർടൈൻമെന്റ് ആയാലും സംസാരത്തിലായാലും കളിയിലുള്ള സ്പിരിറ്റ് ആയാലും എന്ത് വെച്ച് നോക്കുമ്പോൾ മാറാതെ, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾ എനിക്ക് അണ്ണനെ തന്നെ തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും അപ്പ് ആൻഡ് ഡൗൺ, അല്ലെങ്കിൽ ആദ്യമൊക്കെ കുറച്ച്
അനങ്ങാതെ നിന്നു. പിന്നെ കയറി വന്നവർ പിന്നെ ഇപ്പൊ ഒന്ന് ബാക്ക്വേർഡിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പം ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന് പറയുമ്പോൾ തുടക്കം തൊട്ട് ഇതുവരെ ആ ഒറിജിനലായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. അതുപോലെ ചേച്ചി, ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്ത് നിന്ന് മുൻപ് പോയ മത്സരാർത്ഥികളെ അകത്തേക്ക് കയറ്റിവിട്ടു. അതിനന്ന് മനസ്സിലായല്ലോ, 2 ഡോക്ടർമാരാണ്, ഡോക്ടർ രജിത് കുമാർ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇവിടുന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് അവിടേക്ക് പോകുമ്പം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അവിടെ പോയിട്ട് കാമായിട്ടിരിക്കണം, പക്ഷേ സാഗറിനെയും അഖിലിനെയും ടാർഗറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തായിരിക്കുമോ ബിഗ് ബോസ് അകത്തേക്ക് വിട്ടത് അവരെ? അത് മറ്റേ രജിത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് നമ്മുടേതായ കുറച്ച് കളികളൊക്കെ കളിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് റോബിനും രജിത് സാറും ഒക്കെ വന്നത്. ഓക്കെ. അതേപോലെ തന്നെ പുറത്ത് അഖിൽമാരാറും റോബിൻ രാധാകൃഷ്ണനും നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കിയ വ്യക്തികളാണ്. ഒരു വെളുപ്പിന് 3 മണിക്കൊക്കെ എണീറ്റ് റോബിൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ഇട്ട വ്യക്തിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ആ ഒരു ഇൻസിഡന്റ് മനസ്സിലുള്ളത് കൊണ്ടാണോ അതോ ഗെയിം പ്ലാൻ ആണോ എന്നറിയില്ല, ആളെ കൊണ്ട് ഷോൾഡറൊക്കെ മസാജ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? നല്ലൊരു എൻട്രി ഒക്കെ ആയിരുന്നു, അല്ല മാസ് എൻട്രി ഒക്കെ അടിച്ച് വന്നു. പക്ഷെ എന്നിട്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചു. സെക്യൂരിറ്റി ആയിരുന്നു അണ്ണന്റെ വേഷം. അണ്ണൻ നല്ലോണം ചെയ്തു, നല്ല എന്റർടൈനിങ് ഒക്കെ ആയിരുന്നു, നല്ലോണം ചെയ്തു. അങ്ങനെ മസാജൊക്കെ ചെയ്യിച്ചു, ടിപ്പൊക്കെ കിട്ടി. പക്ഷേ ടൈം വന്നപ്പോൾ അണ്ണൻ ആ ടിപ്പൊക്കെ ദാനം ചെയ്യുകയും അവസാനം ടിപ്പ് കൊടുത്ത ആള് പ്ലിങ് ആയിപ്പോയി. ടിപ്പ് കൊടുത്ത ആള് പ്ലിങ് ആയിട്ട് എയർപോർട്ടിൽ വന്നു. തിരിച്ചു വരേണ്ടി വന്നു. കൊള്ളാം കേട്ടോ, പ്ലിങ് ആയിപ്പോയി.